Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ WSL ഇൻസ്റ്റാൾ ചെയ്തു. അതായത് വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ്. നമ്മളൊരു സി പ്രോഗ്രാം നമുക്ക് നമ്മൾ ഒരു കോഡ് എഴുതി അതിനകത്ത് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺലൈൻ കമ്പൈലറിൽ ജസ്റ്റ് റൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് സബ് സിസ്റ്റം ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വിൻഡോസ് സബ് സിസ്റ്റം ലിനക്സ് അതായത് അത് നമുക്ക് ഓൺലി സി പ്രോഗ്രാമിന് മാത്രമല്ല, നമുക്ക് ലിനക്സിന്റെ കമന്റ് പഠിക്കണമെങ്കിൽ ലിനക്സ് കമന്റ്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ അത് യൂസ് ചെയ്യാൻ പറ്റും ഈ WSL. അതായത് ഉബുണ്ടു സെപ്പറേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യില്ലേ, അതിന് പകരം വിൻഡോസിൽ തന്നെ നമുക്ക് ഉബുണ്ടുവിന്റെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡോസ് സബ് സിസ്റ്റം ലിനക്സ് പോലുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ലിനക്സ് കമന്റ്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ സി പ്രോഗ്രാംസ് റൺ ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. സി പ്രോഗ്രാംസ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് GCC കമ്പൈലർ വേണം. അതേപോലെ C++ പ്രോഗ്രാം പഠിക്കാം. അതേപോലെ ഷെൽ സ്ക്രിപ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. പിന്നെ നെറ്റ്വർക്ക് ടൂൾസ് ഉണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ നമുക്ക് ലിനക്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എത്തിക്കൽ ഹാക്കിംഗ് അതിന്റെ ബേസിക്സ് ഒക്കെ പഠിക്കണമെങ്കിലും നമുക്ക് ഈ WSL യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ നമുക്ക് WSL യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സി പ്രോഗ്രാം ആണ് റൺ ചെയ്യണമെങ്കിൽ സി പ്രോഗ്രാമിൽ ഞാൻ ഓൾറെഡി പണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിൽ GCC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തുള്ള WSL ഉണ്ട്, അതിൽ ഞാൻ ഓൾറെഡി GCC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ GCC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യണമെങ്കിൽ GCC -വേർഷൻ ഇതാണ് അതിന്റെ കമന്റ്. ഈ കമന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഏത് GCC ആണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ വേർഷനും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ കാണിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത ഒരു വേർഷൻ ഉണ്ട്. അതിൽ ഞാൻ GCC വേർഷൻ ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിക്കുമ്പോൾ എന്താ കാണിക്കുന്നത്? കമാൻഡ് GCC നോട്ട് ഫൗണ്ട് ബട്ട് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് വിത്ത് sudo app install GCC. അതായത് ഇതിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ടില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ആദ്യം മേക്ക് ഷുവർ GCC ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ യുവർ WSL. ഞാൻ ആദ്യം റൺ GCC വേർഷൻ നമ്മൾ റൺ ചെയ്തു. നമ്മുടെ ഓൾറെഡി റൺ ചെയ്തിട്ട് നമ്മുടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് കാണിക്കും. നമ്മുടെ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് മെസ്സേജ് കാണിക്കുക. അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾ ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? sudo app update കൊണ്ടുള്ള ഓപ്ഷൻ അത് ആദ്യം ടൈപ്പ് ചെയ്യുക. sudo apt update ജസ്റ്റ് എൻ്റർ അടിക്കുക. sudo app update ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? sudo app install GCC. അതിനുശേഷം sudo app install GCC അടിക്കുക. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ അടിക്കുന്നത്? sudo apt അങ്ങനെ എന്താ അടിക്കുന്നത്? ഇൻസ്റ്റാൾ GCC ജസ്റ്റ് എൻ്റർ അടിക്കുക. കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്തത് തെറ്റാണ്. SUD കഴിഞ്ഞിട്ട് P അടിച്ചിട്ടുണ്ട്. അതിന് പകരം SUDO ആണ് അടിക്കുന്നത്. sudo apt install GCC ജസ്റ്റ് എൻ്റർ അടിക്കുക. ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ജസ്റ്റ് Y അടിച്ചു കൊടുക്കുക. അത് അഡീഷണൽ MB യൂസ് ചെയ്യുന്നത് കാണിക്കണം. അഡീഷണൽ MB യൂസ് ചെയ്യുന്നുണ്ട് 118. ജസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ് നമുക്ക് അത്രയും സ്പേസ് യൂസ് ചെയ്യണോ വേണ്ടതെന്ന്. ജസ്റ്റ് യെസ് അടിച്ചു കൊടുക്കുക. അപ്പൊ ആ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. നമുക്ക് ഇൻസ്റ്റാൾ ആയി ചെക്ക് ചെയ്യണമെങ്കിൽ GCC വേർഷൻ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ വേണ്ട. അപ്പൊ നമ്മുടെ ഇതിലും ഇൻസ്റ്റാൾ ആയി. ഇപ്പൊ നമ്മൾ ഏത് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തത് ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. നമുക്ക് ഇതിൽ ജസ്റ്റ് കുറച്ച് കമന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കും നമുക്കൊരു സി പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഉള്ള ഡയറക്ടറി എവിടെയാണോ എടുക്കുന്നത് അതറിയണമെങ്കിൽ അതിന്റെ കമാൻഡ് ആണ് PWD അടിച്ചു കൊടുത്താൽ നമ്മളിപ്പോ ഏത് ഡയറക്ടറിയിലാണ് ഉള്ളതെന്ന് അറിയാൻ പറ്റും. ഹോമില് വിനായകി PG-യിലാണ് ഡയറക്ടറി ഉള്ളത്. ഇവിടെ കണ്ട ദിസ് PC ഡെസ്ക്ടോപ്പ് നോട്ട്സ് അങ്ങനെ സെപ്പറേറ്റ് കാണിക്കുന്നില്ലേ ഡയറക്ടറി ഫോൾഡറിന്റെ അകത്ത്. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കണ്ട PWD അടിച്ചു കൊടുത്താൽ എവിടെയാണ് നമുക്ക് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പോ നമുക്കിപ്പോ LS ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വല്ല ഫോൾഡേഴ്സാ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇതിന്റെ അകത്തൊന്നുമില്ല. നമുക്കിനി ഇതിലിപ്പോ വിനായകി PG-യാണ് കിടക്കുന്നത്. ആ ഒരു ഫോൾഡറിലാണ് കിടക്കുന്നത്. നമുക്ക് അതിലൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ mkdir കൊണ്ടുള്ള കമാൻഡ് ഉണ്ട്. mkdir കണ്ടിട്ട് പുതിയ ഫോൾഡർ ഇപ്പോ സി പ്രോഗ്രാംസ് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ LS ടൈപ്പ് ചെയ്യുമായിരിക്കുക. LS ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു കണ്ട mkdir വെച്ചിട്ട് സി പ്രോഗ്രാംസ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ ആ ഫോൾഡർ ക്രിയേറ്റ് ആയി.
ഈ സി പ്രോഗ്രാംസിന്റെ അകത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെ കിടക്കുന്നത് PWD ടൈപ്പ് ചെയ്ത ഹോം വിനായക് PG യിലാണ് കിടക്കുന്നത്. ഞാൻ അതിൽ നിന്ന് നെക്സ്റ്റ് ഡയറക്ടറിക്ക് പോകണമെങ്കിൽ CD ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡയറക്ടറിയുടെ നെയിം എന്താ സി പ്രോഗ്രാംസ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക /enter അടിക്കുക. എന്നിട്ട് LS അടിച്ചു കൊടുത്താൽ LS അല്ല PWD ഇപ്പൊ ഉള്ള ഡയറക്ടറി അടിച്ചു കൊടുത്താൽ എവിടെ കിടക്കുന്നത് ഹോം വിനായക് PG സി പ്രോഗ്രാംസ്. നമുക്കൊരു സി പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ VI പ്രോഗ്രാം നെയിം ഞാൻ program.c പറഞ്ഞിട്ടൊരു ജസ്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കൊരു പ്രോഗ്രാം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. #include stdio.h int main printf hi return 0 ജസ്റ്റ് ഒരു പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പോകണമെങ്കിൽ ടൈപ്പ് ചെയ്യണം. അതായത് സെമിക്കോള അതിക്ക് ടൈപ്പ് ചെയ്യുക WQ കണ്ട ഈ ലെഫ്റ്റ് സൈഡ് കണ്ട സെമിക്കോൾ ടൈപ്പ് ചെയ്യുക WQ അങ്ങനെ ടൈപ്പ് ചെയ്യണം. നമുക്ക് പിന്നെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നിങ്ങൾ ആദ്യം ഓൺലൈൻ സി കമ്പൈലർ തന്നെ ജസ്റ്റ് റൺ ചെയ്താൽ മതി പ്രോഗ്രാംസ്. ഇതിൽ റൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒക്കെ നമ്മൾ കുറെ കമന്റ്സും കുറെ ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് സെമിക്കോളൻ WQ പറഞ്ഞാൽ സേവ് ചെയ്യുക. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ക്വൈറ്റ് ചെയ്തു. നമുക്കൊരു സി പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യാൻ നോക്കി നോക്കാം. ഞാൻ LS ടൈപ്പ് ചെയ്യായിരിക്കും. LS ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താ ലിസ്റ്റ് ഉള്ളത് program.c ആ ഒരു സി ഫയൽ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. നമുക്കൊരു സി പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് നോക്കി നോക്കാം. കമ്പൈലിംഗ് സി കോഡ് ഇൻ WSL വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് അതിലെങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ നോക്കാം. വൺസ് യു റിട്ടേൺ യുവർ സി പ്രോഗ്രാം ഫോർ എക്സാമ്പിൾ program.c പറഞ്ഞിട്ട് ഞാനൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെന്തിട്ട് ഹായ് പറഞ്ഞിട്ടുള്ള പ്രിന്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അതിന്റെ ഔട്ട്പുട്ട് ഹായ് പറഞ്ഞിട്ടുള്ള പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് യു ക്യാൻ കമ്പൈൽ ആൻഡ് റൺ ഇറ്റ് ഇൻസൈഡ് WSL യൂസിങ് GCC കമ്പൈലർ. നമ്മൾ GCC കമ്പൈലർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഓപ്പൺ WSL ടെർമിനൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നാവിഗേറ്റ് ടു യുവർ കോഡ് ഡയറക്ടറി. നമ്മുടെ കോഡ് ഡയറക്ടറിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. CD ഹോം വിനായക് PG യൂട്യൂബ് സി പ്രോഗ്രാംസ്. നമ്മളെ ഹോം ഡയറക്ടറി അങ്ങനെയാണ്. യൂട്യൂബ് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിന് പകരം വിനായക് PG തന്നെ ഡയറക്റ്റ് സി പ്രോഗ്രാംസ് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലാണ് നമ്മുടെ ആ ഡയറക്ടറിയിലാണ് നമ്മുടെ പ്രോഗ്രാം എടുക്കുന്നത്. ബേസിക് കമ്പൈലേഷൻ പറഞ്ഞിട്ടുണ്ട്. 2 കമ്പൈലേഷൻ ഉണ്ട്. ബേസിക് കമ്പൈലേഷൻ പറഞ്ഞാൽ ആദ്യം GCC അതായത് കമ്പൈൽ യുവർ സി ഫയൽ യൂസിങ് GCC ഇഫ് യുവർ കോഡ് ഈസ് റെഡി യൂസ് ദി ഫോളോയിങ് കമന്റ്സ്. അതായത് പറഞ്ഞാൽ ആദ്യം GCC ഫയൽ നെയിം .c നമ്മുടെ ഫയൽ നെയിം എന്താണോ ആദ്യം GCC എടുക്കുക. GCC അതിനുശേഷം നമ്മുടെ ഫയൽ നെയിം പറഞ്ഞാൽ program.c ആണ്. നമ്മുടെ ഫയൽ നെയിം പറഞ്ഞാൽ program.c and here program.c ഏത് ഫയലാണ് നിങ്ങൾ സി ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ പേര് അടിക്കുക program.c അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പൈൽ ആയെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് LS അടിച്ചു കൊടുത്താൽ a.out പറഞ്ഞിട്ട് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരിക്കും. This creates a default output file named a.out. Then run the program. Run ചെയ്യാനുള്ള കോഡാണ് ഇങ്ങനെ ./a.out അടിക്കുക. അതായത് ഇപ്പൊ നമുക്കൊരു ഔട്ട്പുട്ട് ഫയൽ കിട്ടിയിട്ടുണ്ട്. എക്സിക്യൂട്ടബിൾ ഫയൽ നമ്മൾ GCC കമ്പൈലർ യൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്തപ്പോൾ നമ്മുടെ സോഴ്സ് കോഡ് നമുക്ക് മെഷീൻ മനസ്സിലാവുന്ന കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടബിൾ കോഡായിട്ടുള്ളത് ജസ്റ്റ് റൺ ചെയ്ത് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് ചെയ്യാൻ ./a.out അടിക്കുക. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുന്നത് ഹായ് എന്നാണ് വരുന്നത്. ഇനി നമുക്കൊരു a.out പറഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അതിന് പകരം നമുക്കൊരു മനസ്സിലാവുന്ന രീതിയിലൊരു ഔട്ട്പുട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേറെ സ്റ്റെപ്പ് ഉണ്ട്. കമ്പൈൽ വിത്ത് കസ്റ്റം ഔട്ട്പുട്ട് ഫയൽ നെയിം കൊടുക്കണമെങ്കിൽ അതിന്റെ ഫോർമാറ്റ് ആണ് GCC നമ്മുടെ സി പ്രോഗ്രാമിലുള്ള ഫയൽ നെയിം കൊടുക്കുക. അതിനുശേഷം -o അതിനുശേഷം നമ്മുടെ ഔട്ട്പുട്ട് ഫയൽ നെയിം ഏത് രീതിയിലാണോ വേണ്ടത് കൊടുക്കുക. അപ്പൊ ഇവിടെ എങ്ങനെ കൊടുക്കുക GCC കൊടുക്കുക. നമ്മുടെ സി പ്രോഗ്രാമിന്റെ ഫയൽ നെയിം program.c അതിനുശേഷം -o പിന്നെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് നെയിം പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാം വേറെ രീതിയിൽ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. This creates an output file named program. Then നമ്മുടെ ഈ ഒരു പ്രോഗ്രാം a.outന് പകരം ഇങ്ങനെ ആയിരിക്കും നമ്മൾ റൺ ചെയ്യേണ്ടി വരിക കേട്ടാ. a.outന് പകരം നമ്മൾ റൺ ചെയ്യുമ്പോൾ ./ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഔട്ട്പുട്ട് ഫയലിൽ അതിനനുസരിച്ച് വേണം റൺ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ GCC program.c then -o നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് ഔട്ട്പുട്ട് ഫയൽ വേണ്ടത് ഔട്ട്പുട്ട്
ഫയൽ അങ്ങനെ വേണമെങ്കിൽ ഔട്ട്പുട്ട് ഫയൽ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് റൺ ചെയ്യുക. ഇനി ls അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഔട്ട്പുട്ട് ഫയൽ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എക്സിക്യൂട്ടബിൾ അതിന് കളർ ഉണ്ടോ, കളറും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി റൺ ചെയ്യണമെങ്കിൽ /output ഫയൽ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. റൺ ചെയ്യുമ്പോണ്ട ഹായ് 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 ഇങ്ങനെയാണ് റൺ ചെയ്യുക. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ റൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നെങ്കിൽ ബേസിക് കമ്പൈലേഷൻ, അതിൽ ആദ്യക്ക് GCC ഫയൽ നെയിം നമ്മുടെ GCC ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ C പ്രോഗ്രാമിലുള്ള ഫയൽ നെയിം കൂടി ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ കമ്പൈൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കമ്പൈൽ ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടായിരിക്കും. ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ls ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഫയലും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് /add_out യൂസ് ചെയ്യുക. അതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്. നമ്മൾ പക്ഷെ ഒന്നിലധികം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് കമ്പൈൽ കസ്റ്റം ഔട്ട്പുട്ട് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കസ്റ്റം ഔട്ട്പുട്ട് ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ GCC, അതിനുശേഷം നമ്മുടെ C പ്രോഗ്രാമിലുള്ള ഫയലിന്റെ നെയിം, അതിനുശേഷം -o നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഫയൽ നെയിം ഏത് രീതിയിലാണോ വരുന്നത്. അപ്പൊ add_outന് പകരം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തത് എന്താണോ അതാണ് നമ്മൾ റൺ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് why use -o ഔട്ട്പുട്ട് ഫയൽ നെയിം? യൂസിങ് -o gives ഔട്ട്പുട്ട് ഫയൽ നെയിം എ മീനിങ്ഫുൾ നെയിം. നമുക്കൊരു മീനിങ്ഫുൾ ആയിട്ടുള്ള നെയിം കിട്ടും. ഇൻസ്റ്റെഡ് ഓഫ് ദി ഡീഫോൾട്ട് add_out നമുക്ക് മീനിങ്ഫുൾ നെയിം കിട്ടും. അത് എന്തുകൊണ്ടാണ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് നമുക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഔട്ട്പുട്ട്സ് പ്രോപ്പർലി. ഇന്ന ഔട്ട്പുട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ, മറ്റേ ഔട്ട്പുട്ട് വേറെ പ്രോഗ്രാമിന്റെ നമുക്ക് ഔട്ട്പുട്ട് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആഡ് 2 നമ്പർ, 2 നമ്പറിന്റെ ആഡ് ചെയ്തതിന്റെ ഔട്ട്പുട്ട് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഫയൽ നെയിം കൊടുക്കാൻ പറ്റും. ഫിബനോസി, അപ്പൊ നമുക്ക് ഫിബനോസി സീരീസിന്റെ ആണെങ്കിൽ അങ്ങനെ ഫയൽ നെയിം നമുക്ക് ഓർഡർ ചെയ്ത് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ -o ഔട്ട്പുട്ട് ഫയൽ നെയിം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന് മുന്നേ നമ്മൾ GCC -1 വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസ് സബ്സിസ്റ്റം ലിനക്സിൽ C പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുക. ആദ്യം നമ്മൾ GCC ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്തതിനു ശേഷം റൺ ചെയ്യുക. ഇത് ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓൺലൈൻ C കമ്പൈലറിൽ ജസ്റ്റ് റൺ ചെയ്താലും മതി.